അപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിലുള്ള നൈനിത്താൾ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഞാൻ എങ്ങനെ ഇവിടെ വരെ എത്തി എന്നുള്ളതാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരുപാട് ദൂരം മുമ്പോട്ട് പോകുന്നതില്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ദൂരം പിറകോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഈ ട്രിപ്പ് തുടങ്ങിയ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ബാഗ് പാക്ക് ചെയ്യുകയാണിത്. ക്യാമറയും ലെൻസുകളും പിന്നെ എൻ്റെ ഒരു സ്ലീപ്പിംഗ് ബാഗും വെച്ചപ്പോഴത്തേക്കും ബാഗ് ഫുള്ളായി. അതുകൊണ്ട് തന്നെ മറ്റ് ഡ്രസ്സുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഞാൻ ഇട്ട ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ എൻ്റെ ലാപ്ടോപ്പും കാശ്മീരിലേക്ക് കൊണ്ടുപോയിട്ട് ഡെലിവറി ചെയ്യാനുള്ള ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ ബൈക്കും എടുത്തിട്ടാണ് ഇപ്രാവശ്യം ഉത്തരാഖണ്ഡിലേക്ക് പോകുന്നത്. ട്രെയിനിൽ സെൻഡ് ചെയ്യാണ് ഞാൻ ബൈക്ക്. ട്രെയിനിൽ സെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായ ഡോക്യുമെൻറ്റുകൾ RCയും അതിൻ്റെ ഒരു കോപ്പി, പിന്നെ ID കാർഡ് അതിൻ്റെ ഒരു കോപ്പി, പിന്നെ നമ്മൾ പോകുന്ന ട്രെയിനിൽ തന്നെ സെൻഡ് ചെയ്യണമെങ്കിൽ ഒരു കൺഫേംഡ് ടിക്കറ്റും, ഇത്രയാണ് ആവശ്യമുള്ളത്. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പെട്രോൾ ടാങ്കിൽ പെട്രോൾ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷം പെട്രോൾ മുഴുവൻ ഊറ്റി അതിൻ്റെ ടാങ്ക് ക്ലീൻ ആക്കിയിട്ട് ഒരു തുള്ളി പെട്രോൾ പോലും അതിലില്ലാന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ട്രെയിനിൽ കൊണ്ടുപോകുമ്പോൾ പോർട്ടർമാർ എടുത്ത് എറിയാനൊക്കെ ചാൻസ് ഉണ്ട്. ബൈക്കിന് ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ചാക്കിൽ നമ്മൾ തന്നെ പൊതിയോ അല്ലെങ്കിൽ ഒരു 300 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലെ പോർട്ടർമാർ തന്നെ അത് നല്ല ഭംഗിയായിട്ട് ചാക്ക് വെച്ചിട്ട് പൊതിഞ്ഞു തരും. എനിക്ക് കേരളത്തിൽ നിന്നും ഡൽഹിയിലേക്ക് സെൻഡ് ചെയ്യാൻ ഏകദേശം 3800 രൂപയാണ് ആയത്. അത് ഞാൻ രാജധാനി ട്രെയിനിൽ പോയതുകൊണ്ട് ആ ട്രെയിനിന് ചാർജ് അല്പം കൂടുതലാണ്. സാധാരണ ട്രെയിനുകളിലായിരുന്നെങ്കിൽ എനിക്ക് 2800 രൂപയെ ചാർജ് വരികയുള്ളായിരുന്നു. പിന്നെ ഡോക്യുമെൻറ്റ് ഫില്ല് ചെയ്ത് നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും അറിയണ്ട, നമ്മൾ ട്രെയിനിൽ കയറി പോയാൽ മതി. ബൈക്ക് ട്രെയിനിലേക്ക് കയറ്റലും ഇറക്കലൊക്കെ പിന്നെ റെയിൽവേ നോക്കിക്കോളും. അപ്പോൾ നമ്മൾ ഡൽഹിയിലെത്തി. ഉച്ചയ്ക്ക് ഏകദേശം 1 മണി ആയിട്ടുണ്ട്. നമ്മളെ പാർസൽ അയച്ച ബൈക്കിൽ പെട്രോൾ ഇല്ലല്ലോ, അപ്പോൾ നമ്മളൊരു കുപ്പി എടുത്തിട്ട് ഇവിടെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിലേക്ക് ഒരു ഓട്ടോ പിടിച്ച് പോവാണ്. അവിടുത്തെ പെട്രോൾ മേടിച്ചിട്ട് നമ്മൾ നമ്മുടെ പാർസൽ ഓഫീസിൽ പോയിട്ട് ബൈക്ക് കളക്ട് ചെയ്യും. പണി പാളി. നമ്മൾ കുപ്പിയും കൊണ്ട് പെട്രോൾ പമ്പിൽ ചെന്നിട്ട് പെട്രോൾ വരില്ല എന്ന് പറഞ്ഞു. ഇവിടെ എന്തോ നിയമമുണ്ട് കുപ്പിയിൽ പെട്രോൾ കൊടുക്കരുതെന്ന്. അപ്പോൾ ഏതായാലും നമ്മുടെ ഓട്ടോക്കാരൻ ബായി നമ്മളെ ഹെൽപ്പ് ചെയ്ത്. മൂപ്പരുടെ ഓട്ടോ പെട്രോൾ വണ്ടിയല്ല, പക്ഷേ അതിലുള്ള വേറെന്തോ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു. മൂപ്പർ തൽക്കാലത്തേക്ക് അതിലടിച്ചു. ഇനി നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് അതിൽ ഊറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുപ്പീൻ്റെ എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്രോൾ എടുക്കാൻ പോവുകയാണ്. മൂപ്പർ ഈ ഒരു ടാങ്കിലായിരുന്നു പെട്രോൾ അടിച്ച്. आपका नाम क्या है भाई? ഇസ്തിയാർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇസ്തിയാർ ഭായി നമ്മളെ ഹെൽപ്പ് ചെയ്ത് പെട്രോൾ മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഇസ്തിയാർ ഭായിക്ക് ശുക്രിയ. ഇസ്തിയാർ ഭായ് ശുക്രിയ. അപ്പോൾ നമ്മുടെ പെട്രോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പാർസൽ ഓഫീസിൽ പോയിട്ട് അവിടുന്ന് ബൈക്ക് എടുക്കാം. നമ്മളിപ്പോൾ പാർസൽ ഓഫീസ് ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബൈക്ക് ഇവിടുന്ന് കിട്ടൽ ചെറിയൊരു ചടങ്ങാണ് കേട്ടോ. ഇവിടുന്ന് ഗേറ്റ് പാസ് മേടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക, അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. നട്ടുച്ചയായതുകൊണ്ട് പൊരി വെയിലായതുകൊണ്ട് നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഗേറ്റ് പാസ് കിട്ടി. നമ്മൾ ബൈക്ക് കളക്ട് ചെയ്യാൻ പോവാണ് ഫൈനലി. അപ്പോൾ നമ്മളെ വണ്ടിയാണ് പോകുന്നത്. കുറേ അലഞ്ഞു തിരിഞ്ഞിട്ടാണെങ്കിലും അവസാനം വണ്ടി കിട്ടി. എനിക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ടാണോ എന്നറിയില്ല, ഏതായാലും കുറച്ച് കഷ്ടപ്പെട്ടു ഇവിടുന്ന് വണ്ടി കിട്ടാനേ. ഇവന്മാരെന്നെ അങ്ങോട്ട് ആ ഓഫീസിലേക്ക് ഈ ഓഫീസിലേക്കിട്ട് ഇങ്ങനെ തട്ടിക്കളിച്ചു. ഇനി അടുത്ത പരിപാടി ഒരു സാഡിൽ ബാഗ് കാരിയർ നമ്മളെ ബൈക്കിൽ ഫിറ്റ് ചെയ്യലാണ്. അത് ഡൽഹിയിലൊരു മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഫിറ്റ് ചെയ്തു. ശരിക്കും ഞാനിപ്പോൾ ഡൽഹിയിൽ വന്നിട്ട് 2 ദിവസം കഴിഞ്ഞു. കോവിഡിൻ്റെ RT-PCR നെഗറ്റീവ് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ ഇന്നത് കിട്ടി. അപ്പോൾ നമ്മളിനി നേരെ ഉത്തരാഖണ്ഡിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ UP സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെ ഉത്തരാഖണ്ഡിലേക്ക് പോകുന്ന വഴിക്കുള്ള UPയിലുള്ള പല കൃഷി സംബന്ധമായ കാഴ്ചകളാണ്. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടപ്പോൾ ഞാനൊരു സ്റ്റോപ്പ് എടുത്താണ്. ഞാനൊരു മെഷീൻ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്നത് കോതമ്പാണ്. കോതമ്പ് അതിൻ്റെ കതിരിൽ നിന്നും വേർപ്പെടുത്തുന്ന ഒരു മെഷീനാണ് ഇത്. ഇതാ ഈ വശത്ത് കൂടെ കോതമ്പിൻ്റെ കതിരുകൾ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡിലൂടെ കോതമ്പും മറുവശത്ത് കൂടെ അതിൻ്റെ വേസ്റ്റും പുറത്തേക്ക് വരും. അപ്പോൾ നമ്മളൊന്ന് അങ്ങോട്ട് കയറി നോക്കാം കാഴ്ചകൾ കാണാൻ വേണ്ടി. നമ്മൾ കയറാൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്. മെഷീൻ്റെ മുകളിലാണ് ഉള്ളത്. നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ട് കയറിയതാണ്. വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു മെഷീനാണ്. അപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവം. അപ്പോൾ തൽക്കാലം നമുക്ക് ഇനി ഇവിടുന്ന് താഴെ ഇറങ്ങാം. ഇപ്പോൾ ആകെ ഇതിൻ്റെ പതിരിൽ കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ മെഷീൻ ഇപ്പോൾ ഒരു തൽക്കാലത്തേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പതിര് വന്ന് ഇവിടെ അടിഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്നും ഇവർ കളക്ട് ചെയ്ത കോതമ്പ് മാറ്റി വെച്ചതാണിത്.
അത് നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണല്ലോ ബൈക്ക് എടുത്ത് വരുന്നത്. അപ്പോൾ മുമ്പ് പോയതൊക്കെ പല വണ്ടികളിലോ ടാക്സികളിലോ ബസ്സിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കലുണ്ട് എപ്പോഴെങ്കിലും ഒരു ബൈക്ക് എടുത്ത് വരണം, ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് ഇതൊക്കെ ഒരു അടുത്ത് കാണണമെന്ന് ഞാൻ വിചാരിക്കലുണ്ട്. ഇന്ന് ആദ്യമായിട്ട് നടന്നു. നമ്മുടെ ബൈക്ക് ഇതാ അവിടെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ച് യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ അടുത്തൊരു കാഴ്ച കണ്ടു. കരിമ്പിൻ്റെ എന്തോ ഒരു പരിപാടിയാണ്, നമുക്ക് അതൊന്ന് നോക്കാം. भाई साहब ये क्या कर रहे हैं आप? ये हाँ, गन्ने में से जूस निकालते हैं। गन्ने का जूस, वो शुगर बनाने के लिए? हाँ। अच्छा, ഇത് കരിമ്പിൻ്റെ ജ്യൂസ് എടുക്കുകയാണ് ഇവർ പഞ്ചസാര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പഞ്ചസാര അല്ല കേട്ടോ, ശർക്കര. എനിക്ക് എൻ്റെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ അല്ല, ഹിന്ദി കുറച്ചേ അറിയുമെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ശർക്കര ഉണ്ടാക്കുന്ന പ്രോസസ്സാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നല്ല ചൂടുണ്ട് ഇവിടെ അടുത്ത് നിൽക്കാനായിട്ട്, കാരണം ഇത് ഒരു തിളപ്പിച്ചിട്ടുള്ള എന്തോ ഒരു പരിപാടിയാണ് സംഭവം. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ തുടക്കമാണ് ഇവിടെ. ഇതാ കരിമ്പ് ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് ചെയ്ത കരിമ്പ് ഇതാ ഈ മെഷീൻ്റെ ഉള്ളോട്ട് ഇതാ ഇതിലെങ്ങനെ പോകും. അപ്പോൾ അതിൻ്റെ കരിമ്പിൻ്റെ ചണ്ടി ഇതാ ഈ ഒരു വശത്ത് കൂടെ പുറത്തേക്ക് വരും. അങ്ങനെ എടുക്കുന്ന ജ്യൂസ് ഇതാ ഇതിലൂടെ ഈ ഒരു ടാങ്കിലേക്കാണ് ഈ ജ്യൂസ് കളക്ട് ചെയ്യുന്നത്. ഇതിൽ നിറച്ച് തേനീച്ചൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ട്. ആ ഒരു ജ്യൂസ് ഇതാ ഈ ഒരു പൈപ്പിലൂടെ ഈ ഒരു ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ആവുന്നുണ്ട്. ഒരു ടാങ്കിൽ നിന്നും ഇതിലേക്ക് തുറക്കാനുള്ള ഒരു വാൽവ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ടാങ്കിൽ നിന്നും ഇതിലേക്ക് മുക്കി ഒഴിക്കുകയാണ് ചെയ്യുക, പിന്നെ ഇതിൽ നിന്നും അതിലേക്ക്. അപ്പോൾ ഇതിനൊക്കെ ഇത് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഫൈനൽ ഫോമാണ് ഇതാ ഈ ഒരു കാണുന്നത്. ഇത് നല്ല തിക്കായിട്ടുള്ള ശർക്കരയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ കാണാം, അതിൻ്റെ ഒരു തിക്നെസ് കാണാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ. അപ്പോൾ ഇത് ഇവരുടെ കമ്പനിയാണ്, ഇവരുടെ ബ്രാൻഡാണിത്, ഡ്യൂലക്സ് 555. അപ്പോൾ അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റാണ്. നമുക്ക് ഏതെങ്കിലും പൊളിച്ച ബോക്സ് ഉണ്ടോ നോക്കാം. അവിടെ ഇതൊരു ഫുള്ളായിട്ട് സ്റ്റിക്ക് ചെയ്യാത്ത ബോക്സാണ്. ഇതാണ് സംഭവം. നല്ല ഫ്രഷ് ശർക്കരയാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ ഫൈനൽ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഈ ഒരു സാധനമാണ് ഈ ബോക്സിൻ്റെ അകത്ത് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ശർക്കര മേക്കിംഗ് പ്രോസസ്സ്. അപ്പോൾ നമുക്കിനി ബാക്കി യാത്ര തുടരാം. നമുക്ക് ആ ഒരു സൈഡിലേക്കായിരുന്നു പോകേണ്ടത്. ഞാൻ ഈ ഒരു കാഴ്ച കണ്ടപ്പോഴേ തിരിച്ചു കൊണ്ട് വന്നതാണ്. അപ്പോൾ അതാ വണ്ടി ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് തിരിച്ചു നിർത്തിയിരിക്കുന്നത്. नमस्ते सर जी, ये थोड़ा देखना कोई मुश्किल है, कोई प्रॉब्लम है? मुझको मैं घूमने के लिए आया, थोड़ा देखने के लिए. ഓക്കെ. അപ്പോൾ നമ്മൾ വരുന്ന വഴിയിൽ ഒരു ഇഷ്ടിക ചൂള കണ്ടതാണ്. അപ്പോൾ നമ്മൾ ഓണറടുത്ത് കയറിയിട്ട് പെർമിഷൻ എടുത്താണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോസസ്സുകൾ എങ്ങനെയെന്ന് കാണാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ച കട്ടകളാണ്, വേവിക്കാത്ത കട്ടകൾ. അപ്പോൾ ഫ്രഷായിട്ട് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഇത് ചൂളയ്ക്ക് വെച്ചിട്ട്, അതായത് തീയിലിട്ടിട്ട് പൊള്ളിച്ചിട്ടാണ് ഈ ഒരു ചുവന്ന കളറിലുള്ള ഫോമിലേക്ക് ഇത് മാറ്റുക. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സ് ഇവിടെ ഇപ്പം നടക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നമുക്ക് ഏതായാലും പോയി നോക്കാം. ഇതൊക്കെ നമ്മുടെ ഉത്തരാഖണ്ഡിലേക്ക് പോകുന്ന വഴിക്കുള്ള UPയിലെ മനോഹരമായ കാഴ്ചകളാണ്. ഇപ്പോൾ ഇതിൻ്റെ ജോലികൾ ഇവിടെ നടക്കുന്നില്ല. അതായത് ആ ഒരു റോ കട്ട ഉണ്ടാക്കുന്ന ആ ഒരു പണി ഇവിടെ ഇപ്പോൾ ഇവർ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല. അത് നമുക്ക് ഏതായാലും കണ്ട കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. നമുക്കിനി ബാക്കി യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണിപ്പോൾ. രാജ് കച്ചൂരി എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട്, അത് കഴിച്ചുകൊണ്ട് ഞാൻ. നമ്മൾ നല്ലൊരു ഭംഗിയുള്ള റെയിൽവേ ട്രാക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു റെയിൽവേ ട്രാക്ക് ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ഡീവിയേഷൻ എടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ആ ഒരു റോഡിന് ഇങ്ങനെ വരുമായിരുന്നു. അപ്പോഴാണ് നമ്മളിതാ ഈ ഒരു റെയിൽവേ ട്രാക്ക് കണ്ടത്. ഇതൊരു പാലമാണ്, നല്ല ഒരു നീളമുണ്ട് ഇത് കാണാൻ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ക്യാമറയിൽ നല്ലൊരു ഫോട്ടോ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ട്രെയിൻ വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്, എടുത്തു നോക്കാം.
അപ്പോൾ ഈ ഒരു റെയിൽവേ ട്രാക്ക് കണ്ടിട്ട് നമ്മളിങ്ങനെ വണ്ടി നിർത്തി ഇങ്ങോട്ട് വന്നതാണ്. ഏതായാലും കുറച്ച് നല്ല ഫോട്ടോസ് നമുക്ക് ഇവിടുന്ന് കിട്ടി. നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് കിട്ടിയാലേ. ഏതായാലും നമുക്കിനി യാത്ര കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. നമ്മളടിച്ച പെട്രോളാണോ കിടക്കുന്നത്? അല്ല, ഇത് വേറെ ഏതോ പഴയ സ്കൂൾ ബിൽഡിംഗ് എന്തോ തോന്നുന്നു. നമ്മൾ പോകുന്ന വഴിയിൽ പെട്ടെന്ന് ഞാൻ മാപ്പിൽ നോക്കിയപ്പോൾ കോർബറ്റ് തന്നെ അല്ല, അതെ, കോർബറ്റ് വാട്ടർഫോൾ എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾ കണ്ട്. ഏതായാലും പോകുന്ന വഴിയിലല്ലേ, നമുക്കൊന്ന് കയറി കണ്ടാളയാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആ ഒരു വഴിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങോട്ട് 100 റുപ്യാണ് ടിക്കറ്റ് ചാർജ് കേട്ടോ. 50 റുപ്യ ആൾക്കും, പിന്നെ 50 റുപ്യ ബൈക്ക് ഞാൻ കയറ്റിക്കൊണ്ട് ബൈക്കിനുമാണ്. ബൈക്ക് നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഡിസ്റ്റൻസ് നമ്മൾ നടക്കുകയാണ്. ഇവിടെ ഒറ്റൊരു മനുഷ്യനില്ല, ഇവിടുത്തെ ഓഫീസ് പോലും ഓപ്പൺ അല്ല. അപ്പോൾ നിലവിൽ ഈ വാട്ടർഫോൾ ക്ലോസ് ആണ്. പക്ഷേ ടിക്കറ്റ് മേടിക്കുന്ന സ്ഥലത്ത് മാത്രം ആളുണ്ട്. ഗവൺമെൻറ് ഒഫീഷ്യൽ തന്നെ ആണെന്നാണ് തോന്നുന്നത്, ഉറപ്പില്ല. ഏതായാലും നമുക്ക് വാട്ടർഫോൾ കാണാൻ പോകാം. ഞാൻ നേരത്തെ ബൈക്ക് ഇതുവരെയാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇവിടെ ഈ മരം വീണ് കിടക്കുന്നതുകൊണ്ട് ഞാൻ തിരിച്ച് അവിടെ കൊണ്ടുപോയിട്ട് പാർക്കിങ്ങിൽ തന്നെ പാർക്ക് ചെയ്തതാണ്. മരം നല്ല ഒരു സ്റ്റെപ്പിൻ്റെ ഷേപ്പിൽ കുത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളമൊക്കെ വറ്റിയിട്ട് പൊതുവെ വരണ്ട ഒരു കാലാവസ്ഥയാണ്. ഇതിപ്പോൾ ചൂടുകാലമാണല്ലോ, അപ്പോൾ വെള്ളം ഉണ്ടോയെന്നറിയില്ല. വാവ്, അതാണ് നമ്മുടെ വാട്ടർഫോള്. അപ്പോൾ നിങ്ങളിതാ കണ്ടില്ലേ, അപ്പോൾ പക്കാ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആണിത്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു കോവിഡിൻ്റെ സെക്കൻഡ് വേവ്, ഈ ഒരു എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ ഒറ്റ മനുഷ്യനില്ല, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ നമുക്കിനി ടൈം കളയണ്ട, ഫോട്ടോ എടുത്ത് തുടങ്ങാം. അപ്പോൾ ഇതെല്ലാവരും വന്ന് നിൽക്കുന്ന ആ ഒരു പൊസിഷനാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ ഒരു ആംഗിളിലുള്ള ഫോട്ടോ ആയിരിക്കും പൊതുവെ ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും സാധാരണ എടുക്കുക. അപ്പോൾ നമുക്ക് ഏതായാലും തൽക്കാലം അതും എടുക്കാം. പിന്നെ അതല്ലാതെ പൊതുവെ ആളുകൾക്ക് കിട്ടാത്ത എന്തെങ്കിലും ഒരു ഡിഫറെൻറ്റ് ആംഗിളും നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് വേറൊരു പേഴ്സ്പെക്റ്റീവ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി നോക്കാം. ഏതായാലും അധികം വെള്ളമൊന്നുമില്ലല്ലോ, അപ്പോൾ ഡേഞ്ചറൊന്നുമില്ല. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. നല്ല അടിപൊളിയാണ് ഈ വാട്ടർഫോൾ കാണാൻ. നമുക്ക് ഇവിടുന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫോട്ടോ. വാട്ടർഫോൾ നമ്മൾ കണ്ടു, പിന്നെ കുറച്ച് നല്ല ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ലെറ്റ്സ് ഗോ ബാക്ക്. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോവാണ്. നൈനിത്താളിലേക്കുള്ള യാത്ര തുടരുകയാണ്. ബൈക്ക് ഓടിച്ചിങ്ങനെ വരികയായിരുന്നു. അപ്പോഴാണ് ഞാൻ വേറൊരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. ഇത് ശരിക്കും ഫോഗല്ല, കാട്ടുതീയാണ്. അപ്പോൾ ഇത് മംഗോളി എന്ന് പറഞ്ഞ ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയയിൽ ആ ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കാട്ടുതീ പടർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുകയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ നൈനിത്താൾ എത്താനായി. അപ്പോൾ ഞാൻ booking.com നോക്കിയിട്ട് ഒരു ചീപ്പായിട്ടുള്ള റൂം, നമുക്കൊരു 550 രൂപയ്ക്ക് റൂം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ റൂമിൻ്റെ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാൻ. വരവേൽക്കാൻ കുറേ സിംഹവാലം കുരങ്ങന്മാരിതാ വന്നിരിക്കുന്നുണ്ട്. നന്നായിട്ട് തണുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് എടുത്തിട്ട് എൻ്റെ ഗ്ലൗസും ജാക്കറ്റൊക്കെ എടുത്ത് ഇടണം. അടിപൊളി തണുപ്പാണ്. അപ്പം നമ്മൾ എടുത്ത റൂമിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വളരെ അടുത്തെത്തി. പിന്നെ ഇന്ന് ഞായറാഴ്ച കേട്ടോ, അതാണ് ഇവിടെ ഒരുവിധം കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലം, വ്യൂ പോയിൻ്റ് റിസോർട്ട് ആൻഡ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നലെ രാത്രി നമ്മളിവിടെ എത്തിച്ചേർന്നത്. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് നല്ല റെസ്റ്റ് കിട്ടി. അപ്പോൾ മറ്റൊരു ഫോട്ടോ വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ആഷിഖ് അസീം സൈനിങ് ഔട്ട്.